എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠമാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളവയാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 10th ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ബോർ മാതൃകയ്ക്കും അപ്പുറം മറ്റൊരു ആറ്റം മാതൃകയോ? ഷെല്ലുകൾക്കുള്ളിൽ വീണ്ടും ഷെല്ലുകളോ? ആറ്റത്തിനുള്ളിലെ രഹസ്യങ്ങൾക്ക് ഒരു അവസാനവുമില്ലേ? ആറ്റം ഘടനയെക്കുറിച്ച് വായിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടാകാം. നിരവധി പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് ആറ്റത്തെക്കുറിച്ചുള്ള ധാരണ ശാസ്ത്രലോകം രൂപപ്പെടുത്തിയത്. ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചുകൊണ്ടുള്ള പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ മൂലവർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ആറ്റോമിക് നമ്പറാണ്. ആറ്റോമിക് നമ്പർ കൂടി വരുന്നതിനനുസരിച്ച് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും സ്വഭാവവും നമുക്ക് നിർണ്ണയിക്കാനാവും. എത്ര ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളുള്ളത്? 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് പീരിയോഡിക് ടേബിളുള്ളത്. അപ്പോൾ ആറ്റോമിക് നമ്പർ കൂടി വരുന്നതിനനുസരിച്ചാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് സോഡിയം നോക്കുക. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 281 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നോക്കുക. അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ 281 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. പീരീഡ് നമ്പരോ 3. അതായത് എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് എണ്ണുക. ഇവിടെ 3 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. സോഡിയം വരുന്നത് 1ാമത്തെ ഗ്രൂപ്പിലാണ്. 1ാം ഗ്രൂപ്പിൽ വരുന്ന ഈ മൂലകം ലോഹമാണോ അലോഹമാണോ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസുകൾ എല്ലാം തന്നെ മെറ്റലുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നവയെല്ലാം മെറ്റാലിക് ഗുണങ്ങളുള്ളവയാണ്. ഇത്തരത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാനും പ്രവചിക്കാനും കഴിയുന്ന തരത്തിലാണ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. ആറ്റങ്ങളെക്കുറിച്ചുള്ള നൂതനമായ അറിവുകൾ പീരിയോഡിക് ടേബിളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. വിവിധ തരം ആറ്റം മാതൃകകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ബോർ ആറ്റം മോഡലാണ്. ബോർ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയുമാണ് ചെയ്യുന്നത്. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. 2,1 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം ലിഥിയത്തിൻ്റെ. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അതിനുശേഷം എൽ ഷെല്ലിൽ 1 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അപ്പോൾ എനർജി ലെവൽ കുറഞ്ഞ ഷെല്ലാണ് കെ. പിന്നെ എൽ കൂടി വരുന്നു. എനർജി ലെവൽ MN. അങ്ങനെ എനർജി ലെവൽ കൂടി വരുന്നു. അപ്പോൾ എനർജി ലെവൽ കുറഞ്ഞ ഷെല്ലിൽ ആദ്യമേ ഫില്ലിങ് നടന്നതിന് ശേഷം എനർജി ലെവൽ കൂടിയതിലേക്ക് ഫില്ലിങ് നടക്കുന്നു. ഇതുപോലെ സോഡിയം, ആർഗൺ എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11ഉം ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18ഉം ആണ്. സോഡിയത്തിൻ്റെ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2n². n എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ല് എന്നുള്ളതാണ് n കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2n² വെച്ചിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ പരമാവധി ഉൾക്കൊള്ളിക്കാമെന്ന് പറയാം. ഇനി എൽ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഇനി എം ഷെല്ലിലാണെങ്കിൽ 2n² പ്രകാരം 3ാമത്തെ ഷെല്ലല്ലേ M, 2 × 3². അങ്ങനെ 18 ഇലക്ട്രോണുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പരമാവധി. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. കെ എൽ ഷെല്ലുകളിലായിട്ട് 8ഉം 2ഉം 10 ഇലക്ട്രോണുകളെ നമ്മൾ
ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മിച്ചം ഒരെണ്ണേ ഉള്ളൂ, അതിന് നമ്മൾ എം ഷെല്ലിലും ഫില്ല് ചെയ്തു. അങ്ങനെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തിരിക്കുന്നത്. എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് ഫില്ലിങ് നടക്കുന്നത്. ഇനി ആർഗണിൻ്റെ കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെയും എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം. പക്ഷേ ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ 8 2 10 ഇലക്ട്രോണുകളെ കെ എൽ ഷെല്ലുകളിലായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. മിച്ചമുള്ള 8 എണ്ണത്തിന് എം ഷെല്ലിലേക്കും ഫില്ല് ചെയ്തു. ആർഗണിൻ്റെ ബാഹ്യതമ ഷെല്ലായ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8 എണ്ണം. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? 18. മൂന്നാമത്തെ ഷെല്ലല്ലേ എം ഷെല്ല്. അപ്പോൾ 2n² പ്രകാരം 2 × 3² ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 18 കിട്ടും. ആർഗോണിൻ്റെ അടുത്ത മൂലകമായ പൊട്ടാസ്യത്തിൽ ആർഗോണിനേക്കാൾ 1 ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 ആണ്. പക്ഷെ നോക്കിയേ, മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ നാലാമത്തെ ഒരു ഷെല്ലിൽ കൊണ്ടുപോയി 1 എഴുതി കൊടുത്തത്? 2 8 9 എന്ന് എഴുതിയ പ്രശ്നം തീരില്ലായിരുന്നോ? പക്ഷെ നമ്മളത് ചെയ്യാതെ 2 8 8 1 എന്ന് എഴുതി കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ നിറയാതെ നാലാമത്തെ ഷെല്ലിൽ പോയിട്ടുണ്ടാവുക? നമ്മൾ ഈ പാഠം തുടങ്ങിയത് തന്നെ ആറ്റത്തിൻ്റെ ഘടനയ്ക്ക് ഒരു അവസാനവുമില്ലേ, ഇതിൻ്റെ പഠനത്തിനൊരു അവസാനവുമില്ലേ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് തന്നെ, അല്ലേ? അപ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് ബോർ മാതൃക. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയുടെ പരിമിതി ബോധ്യപ്പെടുകയും പുതിയ പരികൽപ്പനകൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത് പ്രകാരം ഓരോ ഊർജ നിലകളിലുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ നിലകളിലാണ്, അതായത് സബ് എനർജി ലെവലിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലയങ്ങളെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. അതായത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് മാത്രമേ എവിടെയുള്ളൂ? കെ എന്ന് പറയുന്ന എനർജി ലെവലിലുള്ളൂ. അടുത്തത് നമുക്ക് സബ് ഷെല്ലുകളെ പരിചയപ്പെടാം. സബ് ഷെല്ലുകൾക്ക് SPDF എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ പേരുകൾ വന്നിട്ടുള്ളത്. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെൻ്റൽ എന്നിങ്ങനെയാണ്. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകൾ, അതായത് സബ് ഷെല്ലുകൾ ഉണ്ട്. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. ഇവ ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എസ് സബ് ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതായത് എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 ആയിരിക്കും. എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ വീതം 3 ഓർബിറ്റലുകളിലായിട്ട് 6 ഇലക്ട്രോണുകളെ പി സബ് ഷെല്ലിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണുള്ളത്. ഡി സബ് ഷെല്ലുകളിൽ 5 ഓർബിറ്റലുകളും എഫ് സബ് ഷെല്ലിൽ 7 ഓർബിറ്റലുകളുമാണ് ഉള്ളത്. ഈ ഓർബിറ്റലുകളുടെ ആകൃതി സങ്കീർണമാണ്. ഓരോ ഊർജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. അതായത് ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ് ഷെൽ, അടുത്ത രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ 2 സബ് ഷെൽ, ഇനി മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിൽ 4 സബ് ഷെല്ലുകളുണ്ട്. ഇനി ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിലെ സബ് ഷെല്ലാണ് എസ്. എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് കെ എന്ന് പറയുന്ന ഷെല്ലിലാണുള്ളത്. ഇനി രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസും പിയും. ഇനി മൂന്നാമത്തെ ഷെല്ലായ എം എന്ന് പറയുന്ന ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി എന്ന് പറയുന്നവ.
അതുപോലെ നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലുകൾ. എൻ എന്ന് പറയുന്ന ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ് പി ടി എഫ് എന്ന് പറയുന്നവ. ഒന്ന് നോക്കിക്കേ, എല്ലാ ഷെല്ലുകളിലും എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുകളുണ്ട്. രണ്ടാമത്തെ ഷെല്ല് തൊട്ട് പി എന്ന് പറയുന്ന സബ് ഷെല്ലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണോ അതോ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണോ? ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇത് തിരിച്ചറിയാനായിട്ട് ഷെല്ലിൻ്റെ ക്രമ നമ്പർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് 1s എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാനായിട്ട് 2s എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിലെ സബ് ഷെല്ലാണ് എസ്. അതിന് നമുക്ക് 1s എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ് പിയും. അപ്പോൾ നമുക്കതിനെ 2s 2p എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളാണുള്ളത്. മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. അതിലെ സബ് ഷെല്ലുകളെ നമുക്ക് 3s 3p 3d എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലുകൾ. നാലാമത്തെ ഷെല്ലാണ് എൻ ഷെല്ല്. അതിൽ 4 സബ് ഷെല്ലുകളുണ്ട്. 4s 4p 4d 4f എന്ന് നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏത് സബ് ഷെല്ല് കണ്ടു കഴിഞ്ഞാലും അത് ഏത് ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഷെല്ലിനും എത്ര സബ് ഷെല്ലുകൾ വീതം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓരോ സബ് ഷെല്ലും കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഷെല്ലിൻ്റെ സബ് ഷെല്ലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇനി ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതം ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെ ഷെല്ലിൽ നോക്കാം നമുക്ക്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. കെ ഷെല്ലിൽ ആകെയുള്ളൊരു സബ് ഷെല്ലാണ് എസ് എന്ന് പറയുന്നത്. നമ്മൾ 1s എന്ന് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, കാരണം അത് ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ലായതുകൊണ്ട്. ഇനി എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2ആണ്. കാരണം ആ എസ് സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിലെ സബ് ഷെല്ലായ 1sൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. അതുപോലെ തന്നെ നമ്മൾ എൽ എന്ന് പറയുന്ന ഷെല്ലിലേക്ക് പോവാണ്. എൽ എന്ന് പറയുന്ന ഷെല്ലിലെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 എണ്ണമാണ്. 2 സബ് ഷെല്ലുകളാണ് രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ളത്. അപ്പോൾ 2s 2p എന്ന് നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ള 6 ഇലക്ട്രോണുകളെ നമ്മൾ 2p എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 6ആണ്. അതായത് 3 ഓർബിറ്റലുകളാണ് പി എന്ന് പറയുന്ന സബ് ഷെല്ലിനുള്ളത്. ഒരു ഓർബിറ്റലിൽ 2 എണ്ണം വീതം, 3 എണ്ണത്തിൽ കൂടെ 6 എണ്ണം. ഇനി മൂന്നാമത്തെ ഷെല്ലായ എം എന്ന് പറയുന്ന ഷെല്ലിൽ 18 ഇലക്ട്രോണുകളെയാണ് മാക്സിമം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പം മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളാണുള്ളത്. അവയെ നമ്മൾ 3s 3p 3d എന്ന് പറയുന്ന ക്രമത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി എസ് ഷെല്ലിൽ പരമാവധി സബ് ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഇൻക്ലൂഡ് ചെയ്യാം. പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ പരമാവധി 6 ഇലക്ട്രോണുകളെയും പിന്നെ മിച്ചം വരുന്ന 10 ഇലക്ട്രോണുകളെ നമുക്ക് ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലും ഫില്ല് ചെയ്യാം. ഇനി നാലാമത്തെ ഷെല്ലായ എൻ എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32ആണ്. 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഓർക്കുക. 2 × 4² 32 നമുക്ക് കിട്ടും. അതിനെ നമ്മൾ നാലാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളെ നമ്മൾ 4s 4p 4d 4f എന്ന് നമ്മൾ എഴുതുന്നു. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിലെ മാക്സിമം 2 ഇലക്ട്രോൺ, പി എന്ന് പറയുന്ന സബ് ഷെല്ലിലെ മാക്സിമം 6 ഇലക്ട്രോൺ, ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലെ മാക്സിമം 10 ഇലക്ട്രോൺ, എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലിലെ മാക്സിമം 14 ഇലക്ട്രോണുകൾ. അങ്ങനെ ടോട്ടൽ 32 ഇലക്ട്രോണുകൾ നമ്മൾ നാലാമത്തെ എൻ ഷെല്ലിൽ ഫില്ല് ചെയ്യും. ഇവിടെ ഒരു ബോക്സിൽ നല്ല ഭംഗിയായിട്ട് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളത് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എസ് സബ് ഷെല്ലിൽ 2 എണ്ണം, പി സബ് ഷെല്ലിൽ 6 എണ്ണം, ഡി സബ് ഷെല്ലിൽ 10 എണ്ണം, എഫ് സബ് ഷെല്ലിൽ 14 എണ്ണം. എല്ലാം തങ്ങളിൽ 4 എണ്ണത്തിൻ്റെ വ്യത്യാസമാണല്ലോ ഉള്ളത്. 4ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ 2 6 10 14
എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഫില്ലിങ് നടക്കുക. പിയിൽ 6 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തതിന് ശേഷം ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 10 എണ്ണത്തിനെ ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഇതുവരെ പറഞ്ഞു തന്ന ഇത്രയും ഭാഗങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതെങ്ങനെ എഴുതുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ C6 എടുത്തു കഴിഞ്ഞാൽ, കാർബൺ 6 എടുത്താൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഏതൊക്കെയാണ് മെയിൻ ഷെല്ലുകൾ? KL MN എന്ന് പറയുന്നവയാണ്. ഇനി എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 എണ്ണം. അത് തന്നെയാണല്ലോ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ Z=6. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ, K എന്ന് പറയുന്ന ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇനി രണ്ടാമത്തെ L ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ എത്രാമത്തെ ഷെല്ലാണോ അതാണ് സ്മോൾ ലെറ്റർ n കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 2n². അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണത്തിനെ ഫില്ല് ചെയ്തു, രണ്ടാമത്തെ ഷെല്ലിൽ 4 എണ്ണത്തിനെ ഫില്ല് ചെയ്തു. ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ K ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോണുകൾ ഊർജം കൂടിയ L ഷെല്ലിലുമായുമാണ് നിറയുന്നത്. ഇതുപോലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ, എവിടെയാണ്? സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഹൈഡ്രജൻ്റെ വെച്ചിട്ട് എഴുതി പഠിച്ചു തുടങ്ങാം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി അപ്പോൾ ആറ്റോമിക് നമ്പറും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ H1 ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അതായത് എത്ര ഇലക്ട്രോണുകളുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്? K ഷെല്ലിൽ. ആദ്യത്തെ ഷെല്ലിൽ നിറച്ചതിന് ശേഷമല്ലേ എനർജി കൂടി L ഷെല്ലിലേക്ക് നിറയ്ക്കുള്ളൂ. അപ്പോൾ K ഷെല്ലിലാണ് ആദ്യത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. ഇനി ഏതാണ് സബ്ഷെൽ? അപ്പോൾ K എന്ന് പറയുന്ന ആദ്യത്തെ ഷെല്ലിന് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, അത് S ആണ്. ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ്ഷെൽ, രണ്ടാമത്തെ ഷെല്ലിന് 2 സബ്ഷെൽ. അപ്പോൾ S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ആകെ എത്ര ഇലക്ട്രോണുകളെ വെക്കാൻ പറ്റും? ഫസ്റ്റ് അതിന് ആകെ ഒരു ഓർബിറ്റിലല്ലേ ഉള്ളൂ, അതിൽ 2 ഇലക്ട്രോണുകളെ മാക്സിമം വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്കൊരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ K ഷെല്ലിലെ S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ആ ഒരെണ്ണത്തിന് നമുക്ക് വെക്കാം. അപ്പോൾ ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ സൂചിപ്പിക്കാം? 1s1 അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, 1s1. എസിൻ്റെ ഇടതുവശത്തായിട്ടുള്ള 1 ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എത്രാമത്തെ ഷെല്ല്? K ഷെല്ല് ആദ്യത്തതല്ലേ. അപ്പോൾ 1s. ഇനി എസിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് എഴുതിയിരിക്കുന്ന 1 നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് വായിക്കേണ്ടത് 1s1 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീലിയം എഴുതാമല്ലോ. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസും 2 തന്നെ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ ഷെല്ലിൽ, K ഷെല്ലിൽ ഒരു സബ്ഷെല്ലിൽ S ആണുള്ളത്. എസ്സിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2, ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പോൾ നമുക്ക് 1s2 എന്ന് എഴുതാം അല്ലേ. 2 എന്ന് പറയുന്നത് എസിൻ്റെ മുകളിൽ വലതുവശത്തായിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കുക. 1s2 എന്ന് വായിക്കാം. ഇനി അടുത്ത മൂലകമായ ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? Li3 അല്ലേ. അപ്പോൾ ആറ്റോമിക് നമ്പർ 3 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം 3 തന്നെ. അപ്പോൾ ആകെയുള്ള 3 ഇലക്ട്രോണുകൾ 2 എണ്ണം 1sൽ നിറഞ്ഞാൽ ഊർജം കൂടി വരുന്ന ക്രമത്തിനനുസരിച്ച് 2sലാണ് അടുത്ത ഇലക്ട്രോൺ പൂരണം നടക്കേണ്ടത്. അതായത് ആദ്യത്തെ ഷെല്ലായ K ഷെല്ലിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ല്, അതിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ നിറയ്ക്കാം. അത് നമ്മൾ നിറച്ചു, 1s2 എന്നുള്ളത് നിറച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിന് 2 സബ്ഷെല്ലുകളാണുള്ളത്, എസും പിയും. അതിൽ എനർജി കുറവുള്ളത് S സബ്ഷെല്ലിനാണ്. അപ്പോൾ S സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ കൊള്ളും. നമുക്കിവിടെ ലിഥിയത്തിന് 3 എണ്ണമാണ് ടോട്ടൽ ഇലക്ട്രോണുകൾ ഉള്ളത്. അതിൽ 2 എണ്ണം 1s2ൽ ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മിച്ചമുള്ള ഒരെണ്ണം എവിടെയായിട്ട് വെക്കാം? 2sലേക്ക് വെക്കാം. 2sലെ 2 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? L ഷെൽ, രണ്ടാമത്തെ ഷെല്ലിനെയാണ്. രണ്ടാമത്തെ ഷെല്ലിലെ S സബ്ഷെൽ എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബെർലിയത്തിനെ നോക്കിയേ, അറ്റോമിക് നമ്പർ 4 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും 4 തന്നെ. അപ്പോൾ 1s2 2s2 എന്ന് വരും അല്ലേ.
അടുത്ത എലമെൻറ്റ് ബോറോൺ ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ 5 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 5 തന്നെ. അപ്പോൾ 1s2 2s2 2p. ഇപ്പോൾ 1s2 2s2 എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലും ഇനി പറയണ്ടല്ലോ അല്ലേ. ഇതിൻ്റെയും കൂടെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. ആദ്യമേ ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലിൽ കെ ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ എസ്. അതിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന 2 ഇലക്ട്രോണുകളെ ആദ്യമേ നിറച്ചു. അത് കഴിഞ്ഞ് എൽ എന്ന് പറയുന്ന ഷെല്ലിലേക്ക് മെയിൻ ഷെല്ലിലേക്ക് പോയി അവിടെ രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെല്ലുകളാണുള്ളത്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 2s-ഉം 2p-യും. രണ്ടാമത്തെ ഷെല്ലാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ എസ് സബ് ഷെല്ലിനാണ് എനർജി കുറവ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ 2s-ൽ തന്നെ 2 ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം മിച്ചമുള്ള ഒരു ഇലക്ട്രോണിനെ എവിടെ ഫില്ല് ചെയ്യുന്നു? 2p-യിൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ എനർജി കുറഞ്ഞ സബ് ഷെല്ലിൽ ആദ്യമേ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചതിന് ശേഷമാണ് നമ്മൾ എനർജി കൂടിയ സബ് ഷെല്ലിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ ഇനി നമുക്ക് കാർബണിൻ്റെ എഴുതാം അല്ലേ. ആറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 6 തന്നെ. അപ്പോൾ എങ്ങനെ എഴുതാം? 1s2 2s2. അപ്പോൾ 4 എണ്ണം ഫില്ല് ചെയ്തു. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. അത് 2p2 എന്ന് എഴുതാം. അപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം 2 2 4 2 6 ഇലക്ട്രോണുകളായല്ലോ. എനർജി ലെവൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയ ഷെല്ലിലേക്ക് നമ്മൾ സബ് ഷെല്ലിലേക്ക് ഫില്ലിങ് നടത്തി. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. എങ്കിൽ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. തന്നെത്താനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം നൈട്രജൻ ആണ്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 7 തന്നെ. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p3. ഇപ്പോൾ ലാസ്റ്റ് നോക്കുക, മോളിൽ എഴുതിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആറ്റോമിക് നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. 2 + 2 + 3 കിട്ടുമല്ലോ 7. ഇനി അടുത്തത് ഫ്ലൂറിനാണ്. ആറ്റോമിക് നമ്പർ 9. ഇലക്ട്രോണിൻ്റെ എണ്ണവും 9 തന്നെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 എന്ന് എഴുതാം. അവിടെയും 9 കിട്ടുന്നുണ്ടല്ലോ സമ്മ. ഇനി സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 11 തന്നെ. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s1. അപ്പോൾ 2 + 2 + 6 + 1 നമുക്ക് 11 കിട്ടുന്നുണ്ട്. ഇനി അലൂമിനിയത്തിൻ്റെത് 13 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണുകളുടെ എണ്ണം 13 തന്നെ. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p1. ഇനി ക്ലോറിൻ്റെതാണ്. ആറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 17. ഇലക്ട്രോണിക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p5. ഇനി ആർഗണിൻ്റെത് ആറ്റോമിക് നമ്പർ 18 ആണ്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 ആണ്. ഇപ്പോൾ നമ്മൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ കാര്യം എടുക്കാം. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 19. പൊട്ടാസ്യത്തിൻ്റെ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d1. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തി പഠിച്ചിട്ടുള്ളത്. 1s 2s എന്നീ സബ് ഷെല്ലുകളുടെ ഊർജം താരതമ്യം ചെയ്യുക. ഏതിനാണ് ഊർജം കുറവ്? 1s 2s നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1sനാണ് ഊർജം കുറവ്. അതുകൊണ്ട് 1sൽ നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 2sൽ എനർജി കൂടിയ 2sലേക്ക് നമ്മൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3s 3p എന്നീ സബ് ഷെല്ലുകളിൽ ഊർജം കൂടുതൽ ഏതിനാണ്? 3sനാണല്ലേ. 3sൻ്റെ ഊർജ്ജം കുറവാണ് 3pയെക്കാട്ടിലും. അപ്പോൾ ആദ്യമേ ഫില്ലിങ് 3sൽ നടത്തിയതിന് ശേഷമാണ് 3pയിലേക്ക് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 3dയും 4sഉം കമ്പയർ ചെയ്താലോ? ഇവിടെ നമ്മൾ എഴുതുന്നതിൻ്റെ ഓർഡറിനനുസരിച്ചല്ല എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പോൾ 3s 3p 3d എന്ന് എഴുതി പോകും. പക്ഷേ 3dയെക്കാട്ടിലും എനർജി കുറവ് 4sനാണ്. ആ ഫിഗർ 1.1ലെ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ, കണ്ടോ? 3s 3p തൊട്ട് മുകളിൽ 4s ഉണ്ട്. 4sൻ്റെ മുകളിലാണ് 3d കിടക്കുന്നത്. അപ്പോൾ എനർജി കുറവ് 4sനാണ്. അപ്പോൾ 3dയെക്കാട്ടിലും എനർജി കുറവ് 4sനാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ഓർഡറിൽ 1s 2s 2p 3s 3p 3d അങ്ങനെ എഴുതി പോകരുത്. അങ്ങനെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുകയും വരുത്. 3pയിൽ വരെ ഇലക്ട്രോണുകൾ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം 4sൽ ഫില്ലിങ് നടക്കണം. 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 3dയിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ് ഷെല്ലുകളുടെ ഇൻക്രീസിങ് എനർജി ലെവലിൻ്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കാം.
1s less than 2s less than 2p less than 3s less than 3p less than 4s less than 3d less than 4p എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയേ. 1s2 2s2 2p6 3s2 3p6 4s1. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലായിട്ടാണെന്ന് നോക്കിയേ. 3Dയിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 4sലാണ് ലാസ്റ്റ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്. സബ് ഷെല്ലുകളുടെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പൊട്ടാസ്യത്തിൽ M ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമുള്ള ഒരു ഇലക്ട്രോൺ N ഷെല്ലിലേക്ക് പോയത് 3Dയേക്കാൾ ഊർജ്ജം കുറവ് 4sനായതുകൊണ്ടാണ്. ഫിഗർ 1.2 നോക്കിയേ. അതിൽ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചോ? ആദ്യം 1s നിന്ന് 2sലേക്ക്, 2sൽ നിന്ന് 2p കഴിഞ്ഞാൽ 3s കഴിഞ്ഞാൽ 3p, പിന്നെ 4s കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 3d കഴിഞ്ഞ് 4p 5s അങ്ങനെ പോകുന്നു. എനർജി ലെവലിൻ്റെ ഇൻക്രീസിങ് ഓർഡർ കേട്ടോ. ഇനി നമുക്ക് സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അതിന് നമുക്ക് ആദ്യമേ അറ്റോമിക് നമ്പറാണ് ആവശ്യം. സ്കാൻഡിയത്തിൻ്റെത് 21 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണുകളുടെ എണ്ണവും 21 തന്നെ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 9 2 എന്ന് വരും അല്ലേ. 4 ഷെല്ലുകളാണുള്ളത്, KLMN. ഇനി നമുക്ക് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഒന്നാമത്തെ ഷെല്ലായ K ഷെൽ എടുക്കുക. K ഷെല്ലിന് ഒരു സബ്ഷെൽ അല്ലേ, S എന്ന് പറയുന്ന സബ്ഷെല്ലാണുള്ളത്. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകൾ എത്ര എണ്ണമാണ്? 2 എണ്ണം. അപ്പോൾ 2 എണ്ണത്തിന് നമ്മൾ S സബ്ഷെല്ലിൽ വെച്ചു. അപ്പോൾ 1s2. ഇനി രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിന് 2 സബ്ഷെല്ലുണ്ട്. ഏതൊക്കെയാണ്? 2sഉം 2pയും. എനർജി കുറവുള്ള 2s സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെ നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം 2pയിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 6 എണ്ണത്തിനാണ് P ഷെല്ലിൽ, P സബ്ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. 6 എണ്ണത്തിനെ അവിടെ ഫില്ല് ചെയ്തു. ഇനി അപ്പോൾ Kയും Lഉം ഷെല്ലുകൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി M ഷെല്ലിൽ എത്ര സബ്ഷെല്ലുകളുണ്ട്? മൂന്നാമത്തെ ഷെല്ലല്ലേ M. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകളാണുള്ളത്, Sഉം Pയും Dയും. ഇവിടെയും എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്യുക. 3s 2 3p6. പിന്നെയോ 3d എഴുതാൻ പറ്റുമോ? ആദ്യം 4s എഴുതണം അല്ലേ, കാരണം എസിൻ്റെ എനർജി ലെവൽ 4sൻ്റെ എനർജി ലെവൽ 3dയെക്കാട്ടിലും കുറവാണ്. അപ്പം 4s, എസിൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ മിച്ചമുള്ള ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടല്ലോ, അതിന് നമുക്ക് 3dയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കിയേ. 1s2 2s2 2p6 3s2 3p6 4s2 3d1. എന്നാൽ ഇത് സാധാരണയായി രേഖപ്പെടുത്തുന്നത് 1s2 2s2 2p6 3s2 3p6 3d1 4s2 എന്ന രീതിയിലാണ്. അതായത് ഷെൽ ക്രമത്തിൽ തന്നെയാണ് സാധാരണയായിട്ട് ഇത് രേഖപ്പെടുത്തുന്നത്. ഊർജ്ജക്രമം അനുസരിച്ച് 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ നിറയുന്നത് 3dയിലാണ്. അതുകൊണ്ടാണ് സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2892 ആകുന്നത്. കാരണം K ഷെല്ലിൽ 2 എണ്ണം, L ഷെല്ലിൽ 8 എണ്ണം, M ഷെല്ലിൽ മാക്സിമം 18 എണ്ണം പറ്റും. പക്ഷേ 2 ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? N ഷെല്ലിൽ S സബ്ഷെല്ലിലേക്ക് പോകുന്നത് കൊണ്ടാണ് 2892 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. തുടർന്ന് വരുന്ന ടൈറ്റാനിയം, വനേഡിയം എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി നോക്കാം. ടൈറ്റാനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 22 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം 22 എണ്ണം. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ട് 3d2. അതാണ് ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 4sൽ 2 ഇലക്ട്രോണുകൾ നിറച്ചതിന് ശേഷമാണ് നമ്മൾ 3dയിലേക്ക് ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത്. ഇനി വനേഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 23 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും 23 തന്നെ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2. അതിനുശേഷം 3d സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകളെ കൂടെ ഫില്ല് ചെയ്യുന്നു. ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ, അതായത് ഇനേർട്ട് ഗ്യാസസിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതിയാവും. ഉദാഹരണത്തിന് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ് നമ്മൾ എഴുതുന്നത്.
ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകമായ ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കണം. 1s2 2s2 2p6 3s2 3p6 എന്നാണല്ലോ. ഇത്രയും നമ്മൾ വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം ആർഗണിൻ്റെ പ്രതീകം ചേർത്ത് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ആർഗണിൻ്റെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗണിൻ്റെ സിമ്പൽ എഴുതുക. എന്നിട്ട് ബാക്കിയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങോട്ട് നിരത്തി എഴുതിയാൽ മതിയാവും. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കേസിൽ ആർഗൺ എന്നുള്ളത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ AR എന്ന് കൊടുത്തിട്ട് 4s1. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഇനി നമുക്ക് സോഡിയത്തിൻ്റെ നോക്കാം. ഇതുപോലെ നമുക്ക് സോഡിയവും നിയോണും ഒക്കെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് മൂലകത്തിൻ്റെയാണോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ള ഉത്കൃഷ്ടവാതകത്തിൻ്റെ സിമ്പൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താക്കി എഴുതുക. നമുക്ക് സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അതിന് സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് നോക്കുക. അത് നിയോൺ ആണ്. അപ്പോൾ നമ്മൾ നിയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യമേ എഴുതി നോക്കണമെന്ന്. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 10 തന്നെ. അപ്പം നമുക്ക് 1s2 2s2 2p6 എന്ന് എഴുതാം. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 10 ഇലക്ട്രോണുകളുടെ സബ്ഷെല്ലിലെ ഫില്ലിങ് നമുക്ക് നിയോണിൻ്റെ വെച്ചിട്ട് എഴുതാം അല്ലേ. Ne10 ആണല്ലോ. അപ്പോൾ 1s2 2s2 2p6 എന്ന് നമ്മൾ നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം നിയോണിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് മിച്ചമുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, സോഡിയത്തിൻ്റെ 11 ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പം 3s1 എന്ന് എഴുതി കൊടുക്കുക. അതായത് Ne സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ തെന്നിയും പുറത്ത് 3s1. അങ്ങനെ നമുക്ക് സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ കുറച്ച് എലമെൻറ്റുകൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് എഴുതി നോക്കാവേ. സ്കാൻഡിയം നോക്കാം. സ്കാൻഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. 21 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്ന ആർഗൺ ആണ്. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18. ഇലക്ട്രോണുകളുടെ എണ്ണം 18 തന്നെ. അപ്പോൾ 18 ഇലക്ട്രോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നിരത്തി പിടിച്ച് എഴുതുന്നതിന് പകരം ആർഗണിൻ്റെ സിമ്പൽ എഴുതുക. അതായത് സ്കാൻഡിയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് ആയ ആർഗണിൻ്റെ സിമ്പൽ AR എന്നുള്ളത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിടുക. അതിനുശേഷം ബാക്കിയുള്ള ഇലക്ട്രോണുകളെ യഥാക്രമം എനർജി ലെവൽ അനുസരിച്ചുള്ള ഷെല്ലുകളിലായിട്ട് ഫില്ല് ചെയ്യുക. 3d1 4s2 എന്ന് നമുക്ക് കിട്ടും. ഇനി കാൽഷ്യത്തിൻ്റെ എടുത്തു കഴിഞ്ഞാലോ ആറ്റോമിക് നമ്പർ 20 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 20 തന്നെ. തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് ആർഗൺ ആണ്. വീണ്ടും ആർഗണിൻ്റെ സിമ്പൽ എഴുതിയിട്ട് അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ടു. ഇനി മിച്ചമുള്ള 2 ഇലക്ട്രോണുകളെ നമുക്ക് തൊട്ടടുത്ത എനർജി ലെവലിൽ ഫില്ല് ചെയ്യണം. അതായത് 4s2 എന്ന് വരും. ഇനി മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 12. മെഗ്നീഷ്യത്തിന് തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്. നിയോണിൻ്റെ സിമ്പൽ Ne. അതിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. 10 ഇലക്ട്രോണുകളാണുള്ളത്. അത് നിരത്തി പിടിച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എഴുതുന്നതിന് പകരം നിയോണിൻ്റെ സിമ്പൽ Ne എഴുതി അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. മിച്ചം 2 ഇലക്ട്രോണുകളുണ്ട്. അതിന് നമ്മൾ 3s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നു. 3s2. ഇനി കോബാൾട്ട് എടുത്തു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ 27 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 27. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്ന ആർഗൺ ആണ്. സിമ്പൽ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റിലിടുക. ആർഗണിൻ്റെ 18 ഇലക്ട്രോണും പോയിട്ട് മിച്ചം 9 ഇലക്ട്രോണുകൾ നമ്മൾ 3d7 4s2 എന്ന രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്. ഇനി സിങ്ക് ആറ്റോമിക് നമ്പർ 30 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 30 തന്നെ. തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് ആർഗൺ ആണ്. ആർഗണിൻ്റെ സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റിലിട്ടു. ഇനി മിച്ചമുള്ള 12 ഇലക്ട്രോണുകളുണ്ട്. അതിനെ 4s2 3d10 എന്ന ക്രമത്തിൽ നമ്മൾ എനർജി ലെവലിനനുസരിച്ച് ഫില്ല് ചെയ്തു. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ലെങ്തിയാണ്, എന്നാലും ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്